ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വീടിൻ്റെ കോളിംഗ് ബെല്ലിൻ്റെ, അതായത് കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് വെക്കുന്നത് എവിടെയാണെന്നുള്ള പൊസിഷനാണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് തോന്നുമ്പോൾ ഒരു സിമ്പിൾ കാര്യമായിട്ട് തോന്നാൻ, എന്നാൽ വളരെ ഒരു ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പൊസിഷനാണ് അത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ, കയറി വരുമ്പോൾ നമുക്ക് മുറ്റത്ത് നിന്ന്, അതായത് മുറ്റത്ത് നിന്ന് തന്നെ നമുക്ക് താഴെ നിന്ന് എന്നാൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ സ്വിച്ച് ബോർഡുകൾ നനയാത്ത രീതിയിലുമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും, മിക്ക വീടുകളിലും ഇപ്പോൾ ഈ പൊസിഷനിൽ തന്നെ നോക്കുക, തൊട്ട് താഴെ നമുക്ക് പുറമേ നിന്നും, അതായത് ആ നട കയറേണ്ട കാര്യമില്ലാതെ തന്നെ പുറത്ത് നിന്ന് തന്നെ സ്റ്റെപ്പ് കയറാതെ നിന്ന് നമുക്ക് കോളിംഗ് ബെല്ല് അടിക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. പല വീടുകളിലും നമ്മൾ കണ്ടിരിക്കുന്നത്, വീടിന് സ്റ്റെപ്പ് കയറി, അതായത് ആ സ്റ്റെപ്പ് കയറി സിറ്റ് ഔട്ടിലേക്ക് കയറി വന്നതിന് ശേഷം മാത്രമാണ് ചില വീടുകളിൽ നമ്മൾ ഈ കോളിംഗ് ബെല്ലിൻ്റെ സിസ്റ്റം കണ്ടിരിക്കുന്നത്. അത് വളരെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വരുന്ന വ്യക്തികൾ എങ്ങനെയാണെന്നോ, അതുപോലെ തന്നെ നമ്മുടെ കാര്യമുള്ള ചെറിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഓരോ സ്റ്റെപ്പ് വഴിയും കറക്റ്റായിട്ട് ആ ചെളി കാര്യങ്ങളെല്ലാം തന്നെ എപ്പോഴും നമ്മുടെ വീടിൻ്റെ മുൻവശം അല്ലെങ്കിൽ ആ സ്റ്റെപ്പുകളെല്ലാം തന്നെ എപ്പോഴും പൊടി പിടിച്ചും അതുപോലെ ചെളി പിടിച്ചും കിടക്കുന്നൊരവസ്ഥയിലേക്ക് എത്താൻ വലിയൊരു കാരണം തന്നെ ഈ കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കോളിംഗ് ബെല്ല് വളരെ പ്രാധാന്യമുണ്ടെന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ പല രീതിയിൽ നമുക്ക് കോളിംഗ് ബെല്ല് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഏറ്റവും ബെറ്റർ ഇതാണ്. ഓൾറെഡി നമ്മൾ കയറി വരുന്നതിന് മുന്നേ തന്നെ, ആ സ്റ്റെപ്പ് ചവിട്ടുന്നതിന് മുന്നേ തന്നെ കോളിംഗ് ബെല്ലിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യുക. അതാൽ ആ പൊസിഷൻ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് മഴ നനയാത്ത രീതിയിൽ, മഴ നനഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ഇല്ലാത്തൊരു പൊസിഷനിൽ നമുക്ക് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഇപ്പോൾ ഈ സൈഡിലും കറക്റ്റ് പൊസിഷനാണ്. കാരണം അത് ബീമാണെങ്കിൽ തന്നെയാണെങ്കിലും നമ്മളത് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തേക്ക് അതിൻ്റെ നേരെ നമ്മൾ കയറി വരുന്നതിന് ഈ പൊസിഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ മിക്ക വീടുകളിലും തന്നെ നമുക്കൊന്ന് റിസ്ക് എടുത്താൽ നമുക്ക് സിമ്പിളായിട്ട് വീട് എപ്പോഴും ഫ്രണ്ട് എപ്പോഴും നീറ്റായിട്ട് കിടക്കാൻ നല്ല രീതിയിൽ നമുക്ക് കോളിംഗ് ബെല്ലിൻ്റെ സിസ്റ്റം നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ കോളിംഗ് ബെല്ല് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലാണ്. നമ്മളൊന്ന് അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ അകത്തേക്ക് ഈ സ്റ്റെപ്പ് കയറി ആ സിറ്റ് ഔട്ട് കയറി ചെന്നിട്ട് വേണം നമുക്ക് ആ ബെല്ല് അടിക്കാനായിട്ട്. പക്ഷേ അതിനേക്കാൾ ബെറ്റർ പൊസിഷൻ ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് കോളിംഗ് ബെല്ലിൽ നമ്മൾ സാധാരണ കൊടുക്കുന്നത്, കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 2 വേ സ്വിച്ച് കൂടി കൺട്രോൾ ചെയ്യുക. അതായത് ഫ്രണ്ടിലെ ലൈറ്റ് അകത്ത് നിന്നും പുറത്തു നിന്നും ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഫസ്റ്റ് ഏറ്റവും ആദ്യം തന്നെ നമ്മൾ കോളിംഗ് ബെല്ല് കൊടുക്കുക. തൊട്ടപ്പുറത്ത് നമുക്ക് 2 വേ സ്വിച്ചും കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് അറിയാൻ താല്പര്യമുള്ള ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.